അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ചോദിക്കാൻ വിചാരിച്ച കാര്യം, ഇന്ന് സമസ്തയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത ഒരു പിളർപ്പിൻ്റെ വക്കത്തെത്തി നിൽക്കുന്നുവോ എന്ന് ഭയപ്പെടുന്നൊരു രൂപത്തിലാണ് ഇപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ. സമസ്തയുടെ പ്രസിഡന്റ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടും ചാനലുകളിലൂടെ വന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ? ഒന്ന് വിശദീകരിക്കാം. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ പിളരുന്നതിനോടോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഛിന്ന ഭിന്നമാകുന്നതിനോടോ ഒന്നും നമുക്ക് താല്പര്യമില്ല. ഏത് മുസ്ലിം സംഘടന പിളർന്നാലും അത് സമുദായത്തെ സാരമായി ബാധിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാം കരുതുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ആഘോഷിക്കുകയോ ഈ ഒരു വിഷയത്തിൽ നമുക്ക് സന്തോഷമുണ്ടാവുകയോ ചെയ്യുന്നില്ല. മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന യഥാർത്ഥത്തിൽ കേരളത്തിൽ വരുന്നത് ഇസ്തിഗാസ വാദവുമായിട്ടാണ്. അഥവാ മരണപ്പെട്ടു പോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും നേർച്ച വഴിപാടുകൾ നടത്താനും അതിനൊക്കെ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലക്കാണ് അവരുടെ അഡ്രസ്സ് തന്നെ അതാണ്. ആ ഒരർത്ഥത്തിൽ അവർ ജനങ്ങളോട് പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സമസ്ത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സംഘടനയാണ്. അതിലെ മുശാവറ അംഗങ്ങളെന്ന് പറയുന്നത് 40 മുശാവറ അംഗങ്ങൾ ഔലിയാക്കൾക്ക് തുല്യമാണ്. അവർ വലിയകളാണ്. അവർ പറയുന്നത് എന്താണോ അതാണ് ദീന്. ഖുർആനിലോ ഹദീസിലോ ഒരു കാര്യം നമ്മൾ കാണിച്ചു കൊടുത്താൽ ഞങ്ങളുടെ പണ്ഡിതന്മാർ ഇന്നതാണ് പറയുന്നത് എന്ന് പറഞ്ഞ് അന്ധമായി ഇത്തരം പണ്ഡിതന്മാരെ പിന്തുടരുന്ന ആളുകളായിട്ടാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പ്രമാണങ്ങൾ ഉദ്ധരിക്കുമ്പോഴും ആ ഒരർത്ഥത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ സംഭവ വികാസങ്ങൾ താങ്കൾ പറഞ്ഞത് കുറച്ച് ദിവസങ്ങളായി എന്നാണ്. കുറച്ച് ദിവസങ്ങളല്ല, വർഷങ്ങളായി ഇത് സമസ്തയിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് പരിഹരിക്കുവാൻ യഥാർത്ഥത്തിൽ സമസ്തയിലെ ഇന്നത്തെ പണ്ഡിതന്മാർക്ക് സാധിക്കാതെ വന്നിരിക്കുകയാണ്. അതാണ് താങ്കൾ സൂചിപ്പിച്ച ഇന്നലെ നടന്ന സംഭവം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇവരാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നിങ്ങനെ ഇവരെപ്പോഴും പറയാറുണ്ട്. പ്രവാചകനും സ്വഹാബത്തും ചെയ്ത രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവരാണത് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയാറുണ്ട്. എന്താണ് ഇതിൻ്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എൻ്റെ രൂപത്തിൽ കാണുന്നതൊന്നും അവരുടെ കാണുന്നില്ല. പ്രവാചകനും സ്വഹാബത്തും പഠിപ്പിക്കാത്ത പലതുമാണ് അവർ ചെയ്തു വരുന്നതായിട്ട് കാണുന്നതും. ഇവർ സുന്നത്ത് ജമാഅത്ത് എന്ന് പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തും സമസ്തയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രവുമല്ല, ഇവരുടെ ഈ അഹ്ലുസുന്നത്ത് ഇവർ 100 വർഷത്തോളം അടുക്കുകയാണ് സമസ്ത രൂപീകരിച്ചിട്ട്. ഈ ഒരു ഘട്ടത്തിൽ അഥവാ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന പ്രമാണബദ്ധമായ നിലപാടുകളിലേക്ക് സമസ്തയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഇന്നലത്തെ മുശാവറ യോഗത്തിൽ അവരെടുത്തൊരു തീരുമാനമുണ്ട്. അത് ഉമർ ഫൈസി വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. ഉമർ ഫൈസി വിശദീകരിക്കുന്നത് കാണാം. ജാമിയ നൂരിയയിൽ പഠിപ്പിക്കുന്ന ഒരു മുസ്ലിയാരുണ്ട്. നമ്മുടെ ഇടവണ്ണ സംവാദം എന്നിവർ പറയുന്ന ആ സംവാദത്തിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബ് തൗഹീദ് കാവ്യാവിഷ്കാരം നടത്തിയ ഒരു മുസ്ലിയാരെക്കുറിച്ച് അവിടെ പരാമർശമുണ്ടായിരുന്നു. അവിടെ ചോദ്യങ്ങൾ ആ വിഷയത്തിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കൃത്യമായൊരു മറുപടി കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്നലത്തെ മുശാവറ യോഗത്തിൽ ജാമിയ നൂരിയയിൽ നിന്ന് അയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീരുമാനമെടുത്തിരിക്കുകയാണ്. അയാളെ പുറത്താക്കണമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് പുറത്താക്കുകയോ അകത്താക്കുകയോ ചെയ്യുന്നതല്ല നമ്മുടെ വിഷയം. മറിച്ച്
ലോകപ്രശസ്തമായ ഗ്രന്ഥമായ കിതാബത്ത് വഹീദ് എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഗ്രന്ഥം പോലും കാവ്യാവിഷ്കാരം നടത്തി മനഃപ്പാടമാക്കാൻ സൗകര്യപ്രദമായ രൂപത്തിൽ കേരളത്തിലെ സമസ്തയിലെ ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി എഴുതുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തർഹീമ് ചെയ്യുന്ന റഹിമഹുല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ സമസ്തക്കാർ, ആ സമസ്തയുടെ ഉള്ളിലുള്ള ആളുകൾ എത്തി എന്നുള്ളതാണ്. അതിനവർ ഒരു പേരും പറയാറുണ്ട്, സുഹാബികൾ എന്നാണ് പറയാറുള്ളത്. അഥവാ സുന്നികളായ വഹാബികൾ എന്നുള്ള അർത്ഥത്തിലാണ് സുഹാബികൾ എന്ന് അവർ സാധാരണ നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഈ വിതർക്കങ്ങൾ അവരുടെ കൂട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ദഅവത്ത് അഥവാ ലോകത്തുടനീളം മുജാഹിദുകൾ സലഫികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രമാണബദ്ധമായ നിലപാടുകൾ, ആ നിലപാടുകളിലേക്ക് ഒരു കൂട്ടർ അടുത്തുകൊണ്ടിരിക്കുന്നു. അത് പരസ്യമായി പറയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സമസ്തയുടെ കൂട്ടത്തിൽ, വിഭാഗം സമസ്തയുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഒരാൾ പിന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ വഹാബിസത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തി നമുക്ക് കാണാൻ സാധിക്കും. പൊന്മട പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ സമസ്തയിലും യഥാർത്ഥത്തിൽ ഇവർ നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന സലഫി ആദർശത്തിൻ്റെ ആ രൂപത്തിലുള്ള ചെറിയ ഒരു സ്വാധീനമെങ്കിലും ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തടയാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. ഇവർ അഹ്ലുസുന്ന വൽ ജമാഅയാണ്, ഞങ്ങൾ വലിയ പണ്ഡിതന്മാരാണ്, മുജാഹിദുകളെന്ന് പറഞ്ഞാൽ അവർ കേവലം മലയാള പുസ്തകം വായിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞെടുത്തുനിന്ന് പോയി യഥാർത്ഥത്തിൽ സലഫിയത്ത് മുന്നോട്ട് വെക്കുന്ന ആശയത്തിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ അതിനെ പുൽകുന്നൊരവസ്ഥയിലേക്ക് ഇവർ തന്നെ എത്തിയെന്ന് ഇവർ തന്നെയാണ് പറയുന്നത്. സമസ്തയുടെ ഉള്ളിലുള്ള ആളുകൾ തന്നെയാണ് പറയുന്നത്. പിന്നെ ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുശാവറ യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ മുക്കം ഉമർ ഫൈസി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്കെതിരായിട്ടുള്ള കത്തുകൾ ചർച്ചയ്ക്ക് വന്നു. ആ കത്തുകൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചർച്ചയായതിനാൽ. അപ്പോൾ അദ്ദേഹം അത് വിസമ്മതിച്ചു എന്നാണ് പറയുന്നത്. അഥവാ സമസ്തയുടെ പ്രസിഡന്റ് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് മറ്റൊരു മുശാവറ അംഗമായ മുക്കം ഉമർ ഫൈസി അത് അംഗീകരിക്കാതെ അവിടെ തന്നെ ഇരുന്നു എന്നുള്ളതാണ്. അതിനെ മറ്റൊരു മുശാവറ അംഗമായ നദ്വി സാഹിബ്, കൂരിയാട് നദ്വി സാഹിബ് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തപ്പോൾ ഈ മുശാവറ അംഗം, അഥവാ ഇവർ പറയാറുള്ളത് ഔലിയാക്കൾക്ക് തുല്യമാണ് 40 മുശാവറ അംഗങ്ങൾ എന്നുള്ളതാണ്. ഈ ഔലിയാക്കളുടെ ദറജയിലെത്തി എന്ന് പറയുന്ന ഈ മുക്കം ഉമർ ഫൈസിയുടെ നാവിൽ നിന്ന് ഇന്നലെ വന്നത് അവർ തന്നെ പറഞ്ഞതാണ്. കൂരിയാട് ഫൈസി പറയുന്നത് യൂട്യൂബിൽ കാണാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ക്ലിപ്പുകൾ വാർത്താ ചാനലുകളിലൊക്കെ അത് വന്നിട്ടുണ്ട്. പറഞ്ഞത് നിങ്ങളെപ്പോലെയുള്ള കള്ളന്മാർ എന്ന ഒരു കള്ളൻ പ്രയോഗം അവിടെ നടത്തി എന്നുള്ളതാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, ഈ 40 മുശാവറ അംഗങ്ങളുടെ അല്ലെങ്കിൽ ആ രൂപത്തിൽ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും അതിൽപ്പെട്ട ഒരു കള്ളനാണ് എന്ന ഒരു രൂപത്തിലാണത് സംസാരം വന്നത്, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞ് സമസ്ത മുശാവറയിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് ആ അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് 3 സ്വലാത്ത് ചൊല്ലി മുശാവറ പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇത് ഇന്നലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു ലെറ്ററാണ്. ഈ ലെറ്റർ പ്രകാരം ചില സമസ്ത മുശാവറ ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതം എന്നാണ് ഈ പറയുന്നത്. അഥവാ നദ്വി സാഹിബ് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഓഫീസിൽ നിന്ന് വന്ന ഈ ലെറ്റർ പറയുന്നത്. ഈ ലെറ്ററിൽ സാധാരണ നിലയിൽ സമസ്താലയത്തിൽ നിന്ന് ഒരു ലെറ്റർ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഒപ്പുണ്ടാകും. എന്നാൽ ഇതിൽ സമസ്താലയത്തിൻ്റെ സീല് മാത്രമാണ് നമ്മൾ കാണുന്നത്, ഒപ്പ് കാണുന്നില്ല. അപ്പോൾ സമസ്താലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ജനം കാണുകയാണ്, കേരളത്തിലെ ആളുകൾ കാണുക. ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ കളവും വഞ്ചനയും നടത്തുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടുമൊക്കെ എത്രത്തോളം വഞ്ചനാപരമായ കാര്യങ്ങളായിരിക്കും അവർ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ട. എനിക്ക് സാധാരണക്കാരായ ആളുകളോടാണ് പറയാനുള്ളത്.
പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പിന്നെ ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളും കള്ളന്മാരാണ് എന്നും അതേപോലെ തന്നെ പിന്നെ ആ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളും ഒക്കെ സാധാരണക്കാർ പോലും പ്രയോഗിക്കാത്ത പദപ്രയോഗങ്ങളാണ് അങ്ങേ തലയിലുള്ള പണ്ഡിതന്മാരെന്നൊക്കെ പറയുന്ന ഈ സമസ്ത മുശാവറ അംഗങ്ങളിൽ നിന്ന് വരുന്നത് എന്നുള്ളത് പിന്നെ ഖേദകരമായ ഒരു സംഗതിയായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇവരെയൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു ജനവിഭാഗം കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, നദ്വി സാഹിബ് പറഞ്ഞ വിഷയം, അതുപോലെ തന്നെ ഉമർ ഫൈസി പറഞ്ഞ വിഷയം, ഇത് രണ്ടും രണ്ടാണ്. ഉമർ ഫൈസി പറഞ്ഞതല്ല നദ്വി സാഹിബ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഒരാൾ കളവ് പറയുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ലെറ്റർ സമസ്തയുടെ ഔദ്യോഗികമായി സമസ്ത പുറത്തിറക്കിയ ലെറ്ററാണെങ്കിൽ നദ്വി സാഹിബ് പറഞ്ഞത് കളവാകും. അതിന് മറുപക്ഷം പറയുന്നത് ആലിക്കുട്ടി മുസ്ലിയാർ അഥവാ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ സമസ്താലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ഇറക്കിയ ഒരു ലെറ്ററായിട്ടാണ് ഇത് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ സമസ്തയിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകളൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം തന്നെ പറഞ്ഞത് കാണുന്നുണ്ട്. അതായത് ഖബർ ചുംബിക്കുക, അതേപോലെ എന്തിനേറെ നമസ്കാരത്തിൽ ഒതുവെടുക്കുമ്പോൾ തല തടവുന്ന വിഷയം വരെ, അത് വരെ സലഫി ആശയത്തിലുള്ള പല ആശയങ്ങളും ഇപ്പോൾ പറഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പിളർപ്പ് ഉള്ളിൽ നടക്കുന്നത് ഒരു പക്ഷേ അതും കൂടി ഇതിൽ വരുന്നുണ്ടോ? അല്ല, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. പിന്നെ സലഫിയത്തുമായി ബന്ധപ്പെട്ട് ചില ആളിപ്പോൾ വിജ്ഞാനം ലോകത്ത് പടർന്ന് പന്തലിച്ചുകൊണ്ട് നമ്മുടെ വിരൽത്തുമ്പിലാണ് വിജ്ഞാനമുള്ളത്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അറിയണമെങ്കിൽ എവിടെയെങ്കിലും പോയി പ്രഭാഷണങ്ങൾ കേൾക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടാലാണ് നമുക്കറിയാൻ കഴിയുക. ഇന്ന് നമ്മുടെ ഫോണിൽ തന്നെ എല്ലാ വിജ്ഞാനങ്ങളും നമുക്ക് ഫോണിലൂടെ തന്നെ കിട്ടുന്ന ഒരു വൈജ്ഞാനികമായ ഒരു മേഖല വളരെ വികസിച്ച ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ ആളുകൾ പഠിക്കുന്നുണ്ട്. ആരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, എന്താണ് സലഫിയത്ത്, അവർ പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി ബോധവും പഠനവും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനത്തെ തടയുവാൻ ഇവർക്ക് സാധ്യമല്ല. മുമ്പൊക്കെ മുജാഹിദുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോകരുത് എന്ന് പറയുമായിരുന്നു. ഇന്നത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം അവരുടെ ഫോണിൽ നിന്ന്, അവരുടെ റൂമിൽ നിന്ന് അവർക്ക് കേൾക്കാവുന്ന തരത്തിലാണ് ഇന്നത്തെ സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ പഠിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം പണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഈ ഒരു പ്രമാണബദ്ധമായ നിലപാടിലേക്ക് വരും എന്നത് ഭയപ്പെട്ടത് കൊണ്ടായിരിക്കാം അവർ ആ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. സാധാരണക്കാരല്ല, പണ്ഡിതന്മാരുടെ ഇടയിലാണ് ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുഹാബികൾ എന്ന് അവർ തന്നെ വിളിക്കുകയാണ്. പിന്നെ ദാറുൽ ഹുദയിലും അതുപോലെ തന്നെ ജാമിയ നൂരിയയിലും എല്ലാം ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് റഹ്മത്തുള്ളാ ഖാസിമി അടക്കം പറയുന്ന സംഗതികൾ നമ്മൾ കേട്ടതാണ്. ഏതായാലും പിന്നെ ഇത് നമുക്ക് തുടരാം ഇൻഷാ അള്ളാ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമസ്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് പാവപ്പെട്ട ജനങ്ങൾ, അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ജനങ്ങൾ തിരിച്ചു വരണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ പണ്ഡിതന്മാർ, ഇവരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഈ വഞ്ചന തിരിച്ചറിയണം, എങ്കിൽ മാത്രമാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ എന്നതാണ് നമുക്ക് പിന്നെ ആളുകൾക്ക് കൊടുക്കാനുള്ള സന്ദേശം. പണ്ഡിതന്മാരിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, മറിച്ച് പണ്ഡിതന്മാർ പറയുന്ന പ്രമാണത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ആ പ്രമാണബദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.